പിസ്സ കഴിച്ചു പോലും നോക്കാത്ത ഞാൻ പിസ്സ ലവറായ കഥ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുള്ള കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് ആ റെസിപ്പി കണ്ടേക്കാം. ആദ്യം ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ കുറച്ച് ഉപ്പിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അതായത് ഒരു തക്കാളി, ഒരു കാശ്മീരി മുളകും, ഒരു പകുതി ഉള്ളി, കൂടെ കുറച്ച് വെളുത്തുള്ളിയും തക്കാളിയും തോലോട് ഇട്ടതുകൊണ്ട് അരക്കുന്നതിന് മുന്നേ അതിന്റെ 2 തോല് കളഞ്ഞിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ഒരു അരപ്പ് അതിലേക്ക് വെള്ളം കൂട്ടാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ശേഷം പൊടികളായിട്ട് കാശ്മീരി മുളകും, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കൂടാതെ കുറച്ച് വിനാഗിരി ഒറ്റിച്ച് ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് ഇത് വറ്റിച്ചെടുത്താൽ നമ്മുടെ പിസ്സ സോസ് റെഡി. ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കാൻ വന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള ചിക്കൻ റെഡി. ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഉപ്പും മുളക് കൂടി മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ലെയ്യുവിന്റെ കൂടെ കുറച്ച് സമയം കളിച്ചിരിക്കാം. വാപ്പി വരുന്നുണ്ടപ്പോ കളിപ്പിച്ചോണ്ടിരുന്ന അന്ന വേണ്ട, വാപ്പിന് മതി. ടെറസ്മേൽ പോവാതിരിക്കാൻ വേണ്ടി അടച്ചുറപ്പാക്കിയതാ. പക്ഷെങ്കിൽ ഫവാസ്കൊക്കെ കയറാൻ പറ്റാണ്ടായി. അപ്പോഴേക്ക് നമ്മള് ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിസ്സ ബേസ് 2 പീസ് വരുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് മൈദ കുഴച്ച് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. ഇതിനെങ്ങനെ ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി. അങ്ങനെ ആദ്യം ഉണ്ടാക്കിയ സോസ് ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പുള്ള മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിസ്സ തന്നെയാണ് ഇന്നത്തെ ഡിന്നർ. അതുകൊണ്ട് 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കും. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചിക്കൻ മാത്രം വെച്ച് കൊടുക്കുന്നു. കഴിഞ്ഞ തവണ ആക്കിയപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതാണ് ഇപ്രാവശ്യം അത് ഒഴിവാക്കിയത്. ചീസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കും. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ പിസ്സ വെച്ച് മൂടി വെക്കും. ഇങ്ങനത്തെ അടപ്പിൽ ആവി പോകാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാവുമല്ലോ, അത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം. അതാവുമ്പോൾ പെട്ടെന്ന് ചീസ് മെൽറ്റായി കിട്ടും. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആയാൽ ഇതുപോലെ ചീസ് മെൽറ്റായിട്ട് വരും. ഇതുപോലെ മെൽറ്റായിട്ട് വരികയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തെടുക്കാം. പിന്നെ ഇത് തായിൽ വീകാതെ കൈപൊള്ളാതെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഫവാസ്ക കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ഹെൽപ്പിന് ആളായി. അല്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതിലും ഭേദം ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നതാണ്. ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്നാണല്ലോ. ഫസ്റ്റ് ട്രിപ്പ് റെഡിയായ സ്ഥിതിക്ക് അതെടുത്ത് 2ാമത്തെ ട്രിപ്പ് ഇതിലിട്ടിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെന്താ, നല്ല ചൊങ്കിൽ കട്ട് ചെയ്ത് ഒരു പീസിങ് എടുക്കുക. ആ ചീസിങ് വലിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ പിസ്സന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വലിവ് കണ്ടിട്ടാണ് ഈ പിസ്സനോട് ഇത്രക്ക് മോഹം വന്നത്. ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്ന പിസ്സനെക്കാട്ടും എനിക്കിഷ്ടം ഞാൻ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ പിസ്സ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന പൈസയും വരൂല. നമുക്ക് ആവശ്യത്തിന് ചീസ്, ചിക്കൻ, വെജിറ്റബിൾ ഇതൊക്കെ ഇടാനും പറ്റും. ഒരു ദിവസം ട്രൈ ചെയ്തൊക്കെ. അപ്പൊ ഓക്കെ, അടുത്ത വിശേഷം വീണ്ടും വരാം. ബൈ.